സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നോക്കുന്നത്, അല്ലേ? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം. അതെ, അതിലെ 16-17 വാക്യങ്ങൾ ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള വാഗ്ദാനവും പ്രത്യാശയും. ശരിക്കും ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചാലോ? തീർച്ചയായും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിവരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ശക്തമായ വാക്കുകൾ, വളരെ ശക്തമായ വാക്കുകൾ. ഈ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഒരു നിശബ്ദവരവല്ലെന്നുറപ്പാണ്. അതെ, അതൊരു സാധാരണ സംഭവമേ അല്ല. സ്വർഗം ഭൂമിയിലേക്ക് ഒരു രാജകീയ പ്രഖ്യാപനം പോലെ അധികാരത്തോടെ വരികയാണ്, ഒരു കമാൻഡ് പോലെ. ശരിയാണ്, ആ ഒരു ആധികാരികത അതിലുണ്ട്. പിന്നെ പറയുന്നതോ, ക്രിസ്തുവിൽ മരിച്ചവർ, അതായത് വിശ്വാസത്തിൽ വിശ്രമിക്കുന്നവർ, അവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. മരണത്തിന്മേലുള്ള ക്രിസ്തുവിന്റെ ആത്യന്തിക വിജയം അവിടെ പൂർണ്ണമായി വെളിപ്പെടുകയാണല്ലേ? കൃത്യം. മരണത്തിന് ഒരു ശക്തിയുമില്ല എന്ന് തെളിയിക്കുന്ന നിമിഷം. എന്നിട്ടോ ജീവനോടെ ശേഷിക്കുന്ന നാം, അതെ, അന്ന് ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ, അവരും ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ എടുക്കപ്പെടും എന്ന വാക്ക് റാപ്ചർ എന്നൊക്കെ പറയുന്ന ആ ഒരു ആശയം. അതെ, ഹർപ്പാസോ എന്ന ഗ്രീക്ക് പദം. ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിയെടുക്കൽ പോലെ, പെട്ടെന്നുള്ളൊരു മാറ്റം. ആ മേഘങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ച സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്നൊരു നിമിഷം പോലെ തോന്നുന്നു. അതൊരു വലിയ ദൈവിക സംഗമമാണ്. പക്ഷേ എന്റെ അഭിപ്രായത്തില് ഇതിലെ ഏറ്റവും മർമ്മപ്രധാനമായ വാഗ്ദാനം അവസാനത്തേതാണ്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെയിരിക്കും. അതെ, അതാണ് ഉറപ്പ്. നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ ആ വലിയ പ്രത്യാശ. ശരിക്കും പറഞ്ഞാല് വിശ്വാസിയുടെ ആത്മാവിന്റെ ഒരു നങ്കൂരം പോലെയാണത്. ശരിയാണ്, എപ്പോഴും കർത്താവിനോടൊപ്പം. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയായാലും ഈയൊരു ഉറപ്പാണ് പ്രധാനം. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, ഇതിനെല്ലാം അപ്പുറം ഒരു നിത്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഈയൊരു ചിന്ത, ഈ വാഗ്ദാനം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തെ എങ്ങനെയാ സ്വാധീനിക്കേണ്ടത്? നമ്മള് ജീവിക്കുന്ന രീതിയെ ഇത് മാറ്റേണ്ടതല്ലേ? തീർച്ചയായും. നമ്മുടെ മുൻഗണനകളെ, നമ്മുടെ ലക്ഷ്യങ്ങളെ എല്ലാം ഈ നിത്യമായ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ ഇത് നമ്മളെ സഹായിക്കണം. ശരിയാണ്. അപ്പോ ഈയൊരു പ്രത്യാശ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നല്ലതാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, അങ്ങയുടെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ഈ മഹത്തായ വാഗ്ദാനത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവേ, 1 തെസ്സലോനിക്കർ 4-ലെ ഈ വാക്കുകൾ നൽകുന്ന പ്രത്യാശയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കണമേ. ലോകത്തിന്റെ ആകുലതകളും ഭാരങ്ങളും ഞങ്ങളുടെ ഈ നിത്യമായ കാഴ്ചപ്പാടിനെ മറക്കാതിരിക്കാൻ അതിന് ഞങ്ങളെ സഹായിക്കണമേ. നിത്യതയുടെ വെളിച്ചത്തിൽ ഓരോ ദിവസവും ജീവിക്കാൻ ഞങ്ങൾക്ക് ധൈര്യവും ജ്ഞാനവും നൽകണമേ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കണമേ. ഈ പ്രത്യാശ അവർക്ക് ബലമാകട്ടെ. കർത്താവേ, ഈ വലിയ പ്രത്യാശ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അതിനുള്ള കൃപയും പ്രചോദനവും ഞങ്ങൾക്ക് നൽകണമേ. ഈ പരിപാടി കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവർക്കാവശ്യമായ സൗഖ്യവും ശക്തിയും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രത്യാശ നമ്മിൽ എപ്പോഴും ജീവനുള്ളതായിരിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസാനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് everyday@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതാം. തീർച്ചയായും. കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവ് നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.